വീട്ടുകാരെ ഇവിടെ ആരും ഇല്ലേ? മോനെ അച്ഛനും അമ്മയൊക്കെ എന്തിയെ മോനെ? അച്ഛനും അമ്മയും പുറത്തു പോയി. മോൻ മാത്രമേ ഉള്ളൂ ഇവിടെ അല്ലേ? അമ്മൂമ്മക്ക് വിശന്നിട്ട് വന്നതായിരുന്നു. ഇവിടെ ഇത്തിരി ഭക്ഷണം എന്തെങ്കിലും കിട്ടിയെങ്കിൽ കഴിക്കാൻ. അമ്മൂമ്മ ഞാൻ എന്തെങ്കിലും അകത്ത് പോയി എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കാം. അച്ഛനും അമ്മയും ഇവിടെ ഇല്ലല്ലോ, അന്ന് അമ്മൂമ്മ അടുത്ത വീട്ടിൽ പോയി ചോദിച്ചോളാം. കുഞ്ഞുങ്ങളൊക്കെ തുറന്ന് എടുക്കാനൊന്നും പറ്റൂല, പാത്രത്തിലൊക്കെ അടച്ചു വെച്ചേക്കണം. മോൻ തന്നെയല്ലേ പൊള്ളും ചിലപ്പോൾ എടുത്താ. അത് കുഴപ്പമില്ല അമ്മൂമ്മ. അച്ഛനും അമ്മ ഇല്ലെങ്കിൽ മോന് ഇതെടുത്ത് തന്നൂല, നന്നായി വരും. അത്രയ്ക്ക് വിശന്ന അമ്മൂമ്മ വന്നത്. കഴിച്ചോട്ടെ, ഇത്തിരി വെള്ളം കൂടി കുടിക്കാൻ കൊടുക്കാൻ. ഓക്കെ അമ്മൂമ്മ, ഞാൻ വെള്ളം എടുത്തിട്ട് വരാം. എവിടെയാ മോനെ? കൈ വീണ സ്ഥലം എവിടെയാ മോനെ? അമ്മൂമ്മ എന്റെ ഒപ്പം വാ. മോനെ അമ്മൂമ്മ അകത്തേക്ക് വരണില്ല, ആരും ഇല്ലല്ലോ. പുറത്ത് പൈപ്പിൽ പോയി അമ്മൂമ്മ കഴുകിക്കോളാട്ടോ. അമ്മൂമ്മക്ക് നായി വരും. വിശന്ന് വന്ന് അമ്മൂമ്മക്ക് ഭക്ഷണം തന്നൂല മോനെ, നായി വരും. ആ അമ്മൂമ്മ ഞാൻ കാണിച്ചു തരാം. ഇതാ അമ്മൂമ്മ സ്ഥലം. അമ്മൂമ്മ പാത്രം പുറത്ത് കഴുകിയിട്ട് അവിടെ കമത്തി വെച്ചോളാട്ടോ മോനെ. മക്കളെ വിശപ്പ് മാറി. അമ്മൂമ്മ വളരെ വിശന്നാ വന്നത്. പക്ഷേ അമ്മൂമ്മയ്ക്ക് ഒരു കാര്യം പറയാനുണ്ട്. സാധാരണ ഒരു കുഞ്ഞുങ്ങളും ചെയ്യുന്ന കാര്യമല്ല ഇത്. അച്ഛനും അമ്മയും ഇല്ലാത്ത സമയത്ത് വാതിൽ തുറന്നു തന്നു, ഭക്ഷണം കഴിക്കാൻ തന്നു. പക്ഷെ എല്ലാവരും ഇന്നത്തെ കാലത്ത് വിശ്വസിക്കാൻ പറ്റൂല. മക്കളുടെ കഴുത്തയിലൊക്കെ മാലയൊക്കെ കിടക്കുന്നുണ്ടല്ലോ. അമ്മൂമ്മയ്ക്ക് ഇങ്ങനത്തെ കുഞ്ഞുമക്കളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അമ്മൂമ്മ പറയുക, അങ്ങനെ ആരെങ്കിലും വരുമ്പോൾ അമ്മൂമ്മ പൊക്കോളാന്ന് പറഞ്ഞിട്ട് മോൻ ഭക്ഷണം തന്നൂല അമ്മൂമ്മയ്ക്ക്. മക്കൾക്ക് നന്നായി ഒരു മക്കളെ നല്ലോണം അച്ഛനമ്മമാർ പറഞ്ഞ് മനസ്സിലാക്കിയേക്കണം. നിങ്ങൾക്കും അമ്മൂമ്മയും മുത്തച്ഛന്മാരും ഒക്കെ ഉണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും നിങ്ങളങ്ങനെ ചെയ്ത്. അമ്മൂമ്മയ്ക്ക് സന്തോഷമായി. പക്ഷേ ഗേറ്റ് തുറക്കും, വാതിൽ തുറന്ന് അങ്ങനെയൊന്നും ചെയ്യരുത്. എന്താണെന്ന് വെച്ചാൽ വിശ്വസിക്കാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത്. അമ്മൂമ്മ പൊയ്ക്കോളാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തരാനുള്ള സന്മനസ് കാണിച്ചുല്ലോ. അമ്മൂമ്മ പോവുക, മക്കൾക്ക് നന്നായി വരും, നന്നായി വരും. അത് കുഴപ്പമില്ല അമ്മൂമ്മ. കാരണം അമ്മൂമ്മ വിശന്നിരിക്കുന്ന കണ്ടിട്ടാണ് ഞാൻ തന്നത്. മക്കളെ വാതിലടച്ച് അകത്തിരുന്നോട്ട് അമ്മൂമ്മ പോവുക കേട്ടോ. ഇനി അമ്മൂമ്മയ്ക്ക് കുറേ ദൂരം പോകാനായിട്ട് ശരീരത്തിന് എനർജിയായി ഭക്ഷണം കഴിച്ചുകൊണ്ട്. ഇനി അമ്മൂമ്മ ഇനി ഒന്നും ചോദിക്കില്ല. വീട്ടിൽ ചെന്ന് രാത്രി ഇനി എന്തെങ്കിലും കഴിക്കുകയുള്ളൂ കേട്ടോ. അപ്പം മക്കൾ വാതിലടച്ച് അകത്തിരുന്നോട്ട് അച്ഛനും അമ്മയും വന്നിട്ട് ഇനി വാതിൽ തുറന്നാൽ മതി കേട്ടോ.
അങ്കിളിനോട് പോയി ചോദിക്കട്ടെ. എനിക്ക് തോന്നുന്നു അത് ചിലപ്പോ ഭഗവതി ആയിരിക്കും, അന്നെ നോക്കാൻ വന്നതായിരിക്കും. അതുകൊണ്ടായിരിക്കും ചേട്ടന് CCTV-യിൽ കണ്ടിട്ട് നോക്കാൻ പറ്റാത്തത്. ആരിക്കൂടെ ആക്കൂടു, ചിലപ്പോൾ നീ പൊടിക്കുഞ്ഞല്ലേ, അപ്പം ഭഗവതി നിന്നെ നോക്കാൻ വേണ്ടി വന്നതായിരിക്കും. കാരണം നീ ഏത് നേരം ചോട്ടാങ്കിരമ്മ എന്നല്ലേ വിളിച്ചുകൊണ്ടിരിക്കണേ. ചേട്ടാ